Hello everyone, welcome to Inside Research Analytics Weekly Market Report. ഈ ആഴ്ചയിലെ മാർക്കറ്റ് റിപ്പോർട്ട് പ്രകാരം 2025 സെപ്റ്റംബർ 22 മുതൽ 26 വരെയുള്ള സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ ഓഹരി വിപണികൾ ഈ ആഴ്ച ശക്തമായ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചകളിലായി തുടർച്ചയായ നേട്ടങ്ങൾ നേടിയതിനു ശേഷം നിക്ഷേപകരുടെ ആത്മവിശ്വാസം ഗ്ലോബൽ അനിശ്ചിതത്വങ്ങൾ കാരണം കുറയുകയുണ്ടായി. ഏറ്റവും വലിയ ആഘാതം സൃഷ്ടിച്ചത് അമേരിക്കൻ സർക്കാർ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്കെതിരെ ഏർപ്പെടുത്തിയ 100% താരിഫ്, അതോടൊപ്പം തന്നെ H-1B വിസ ഫീസ് വർധനയുമായിരുന്നു. ഇതിനു പുറമെ ലോകപ്രസിദ്ധ IT കൺസൾട്ടിംഗ് കമ്പനിയായ ആക്സെഞ്ചർ നൽകിയ ദുർബലമായ വരുമാന മാർഗനിർദ്ദേശം ഇന്ത്യൻ IT ഓഹരികളിൽ വൻ വിറ്റൊഴിവിന് കാരണമായി. ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവൽ പലിശ നിരക്കുകൾ കുറയ്ക്കാനുള്ള സാധ്യതയെ കുറിച്ച് സൂക്ഷ്മമായ സമീപനം സ്വീകരിച്ചതോടെ ലിക്വിഡിറ്റിക്കുള്ള പ്രതീക്ഷകൾ കുറയുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ വിദേശ നിക്ഷേപകരായ FIS 19,570 കോടി വിലയുള്ള ഓഹരികൾ വിറ്റൊഴിച്ചു. DIS ആകട്ടെ 10,411 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. നെറ്റ് നോക്കുമ്പോൾ 2,159 കോടി രൂപയ്ക്ക് സെല്ലിംഗ് നടന്നിട്ടുണ്ട്. ഇതിന്റെ ഫലമായി നിഫ്റ്റി ഇൻഡെക്സ് 3.02% താഴ്ന്ന് 24,654 എത്തിയിരിക്കുകയാണ്. അതേസമയം മിഡ് ക്യാപ് ഇൻഡെക്സ് 4.25%, സ്മോൾ ക്യാപ് ഇൻഡെക്സ് 4.75% ഇടിവുണ്ടായി. വിപണിയിലെ ഈ ഒരു ചാഞ്ചാട്ടത്തിനിടയിലും ഇൻവെസ്റ്റേഴ്സിന്റെ ഭീതി ഇൻഡെക്സ് ആയിട്ടുള്ള ഇന്ത്യാസ് വിക്സ് 1.54% ഇടിഞ്ഞതും ശ്രദ്ധേയമായി. മേഖലാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ എല്ലാ പ്രധാന മേഖലകളും നെഗറ്റീവ് ഇമ്പാക്റ്റോടെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും വലിയ നഷ്ടം രേഖപ്പെടുത്തിയത് IT മേഖലയിലായിരുന്നു. നിഫ്റ്റി IT 8.29% ഇടിഞ്ഞ് ആഴ്ചയിലെ ടോപ്പ് ലോസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അമേരിക്കൻ വിസ നയങ്ങളിലെ മാറ്റങ്ങളും അതോടൊപ്പം തന്നെ ആക്സെഞ്ചറുടെ മോശം മാർഗനിർദ്ദേശങ്ങളും IT മേഖലയെ കനത്ത ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിഫ്റ്റി റിയൽറ്റി 5.59%, നിഫ്റ്റി ഫാർമ 4.73%, ഹെൽത്ത് കെയർ 4.71% ഇടിവ് രേഖപ്പെടുത്തി. കൺസ്യൂമർ ഡ്യൂറബിൾസ് മേഖലയിലും വൻ നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാങ്കിംഗ്, മെറ്റൽ, ഓയിൽ, ഗ്യാസ്, എനർജി മേഖലയിൽ 1 മുതൽ 2% വരെ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ FMCG മേഖലയും 2.96% താഴ്ന്നു. ഈ വ്യാപകമായ ഇടിവ് നിക്ഷേപകരിൽ വിപണിയോടുള്ള ജാഗ്രതയും അനിശ്ചിതത്വം കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആഗോള വിപണികളിലും ഈ ഒരാഴ്ച മികച്ച പ്രകടനമൊന്നും കാഴ്ചവെക്കാനായിട്ടില്ല. ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്കുകളെ സംബന്ധിച്ച അനിശ്ചിതത്വം, അമേരിക്കൻ സാമ്പത്തിക ഡാറ്റയിലെ ദുർബലത, ടെക് മേഖലയിലെ ക്ഷീണം, വിവിധ സെൻട്രൽ ബാങ്കുകളിൽ നിന്നുള്ള നെഗറ്റീവ് സിഗ്നലുകൾ ഇവയെല്ലാം തന്നെ ലോകമെമ്പാടുമുള്ള ഓഹരി വിപണികളെ വളരെ നെഗറ്റീവായിട്ടാണ് ബാധിച്ചേക്കുന്നത്. ഡോ ജോൺസ് 0.38%, S&P 500 0.50% താഴ്ന്നിട്ടുണ്ട്. ഏഷ്യൻ വിപണിയിൽ നോക്കുമ്പോൾ ദക്ഷിണ കൊറിയയുടെ കോപ്സി 2.45%, ജപ്പാൻ നിക്കായ് 0.87% താഴെയായി. യൂറോപ്യൻ വിപണികൾക്ക് ചെറിയ തോതിൽ മാത്രമേ മാറ്റം ഉണ്ടായിട്ടുള്ളൂ. FTSE 100 0.35%, ജർമ്മനിയുടെ ഡാക്സ് 0.27% ഉയർന്നത്. ചൈനയിലെ ഹങ്കായ് കോമ്പോസിറ്റ് 0.65% താഴ്ന്നപ്പോൾ ഹോങ്കോങ്ങിന്റെ ഹാൻസെങ് ഇൻഡെക്സ് 1.49% ഇടിവ് രേഖപ്പെടുത്തി. മറ്റു പ്രധാന വിപണികളിലും ഈ ഒരാഴ്ച അനിശ്ചിതത്വം തുടരുകയാണ്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ എണ്ണവില 2.7% ഉയർന്ന് $68.63 എന്ന നിലയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇത് ഇന്ത്യ പോലുള്ള എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ഇൻഫ്ലേഷൻ സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ ഇടയാകുന്നു. അതേസമയം രൂപ US ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട് 88.72 എന്ന നിലയിൽ തുടരുകയാണ്. 10 വർഷത്തെ സർക്കാർ ബോണ്ട് 6.52% ക്ലോസ് ചെയ്തപ്പോൾ ഗോൾഡിന്റെ വിലയാകട്ടെ 10 ഗ്രാമിന് 1,12,733 എന്ന റെക്കോർഡ് നിരക്കിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ ഘടകങ്ങൾ എല്ലാം കൂട്ടി നോക്കുമ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മുന്നോട്ടുള്ള പാത അത്രയ്ക്ക് സുഖകരമല്ലെന്നും നമുക്ക് കൂടുതൽ കോഷൻ എടുക്കേണ്ട സമയമാണെന്നും ഇൻവെസ്റ്റേഴ്സ് വീണ്ടും വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ മുൻപോട്ടുള്ള ആഴ്ചകളിൽ വിപണിയുടെ ദിശ പ്രധാനമായും കേന്ദ്ര ബാങ്ക് നയങ്ങൾ, അമേരിക്കൻ സാമ്പത്തിക ഡേറ്റ, ഗ്ലോബൽ വ്യാപാര ബന്ധങ്ങളുടെ പുരോഗതി എന്നിവയെ ആശ്രയിച്ചിരിക്കും. ഇന്ത്യൻ വിപണിയിൽ FPIയുടെ വിറ്റൊഴിവ് തുടരുകയാണെങ്കിൽ ചുരുങ്ങിയ കാലത്തുകൊണ്ട് തന്നെ കൂടുതൽ ഇടിവിനും സാധ്യതയുണ്ട്. എന്നാൽ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങൾ ശക്തമായതിനാൽ ദീർഘകാല നിക്ഷേപകർക്ക് ഇതൊരു മികച്ച അവസരമായി മാറുന്നതാണ്. സർക്കാർ നയപരമായ പിന്തുണയും വിദേശ വ്യാപാര ബന്ധങ്ങളുടെ പുരോഗതിയും നിലനിൽക്കുന്ന സാഹചര്യമായതിനാൽ വിപണിയിൽ വീണ്ടും സ്ഥിരതയിലേക്ക് വളരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ട്രേഡിംഗ് ഇൻവെസ്റ്റിംഗ് വീക്ക് നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.